ഇരുട്ട് കടന്ന് കയറലാണ് രോഗം. ശരീരത്തിൽ ഇരുട്ട് വ്യാപിക്കലാണ് രോഗം. ശിഫ എന്നാൽ ശരീരത്തിൽ പ്രകാശം വ്യാപിക്കലാണ്. അപ്പൊ പ്രകാശത്തിന്റെ കമ്മി, ഇരുട്ടിന്റെ ആധിക്യം, ഇരുട്ടിന്റെ സിയാദയിൽ നിന്നാണ് രോഗം. അവിടെ പ്രകാശമാണ് ശിഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകാശം. ആ നിലയിലൊരു പഠനം തന്നെ തിബ്ബുൻ നബവിയിലുണ്ട്. അപ്പൊ പിതാവിന്റെയോ മാതാവിന്റെയോ ശരീര ഗുണങ്ങൾ മനുഷ്യനിൽ കുറയുമ്പോൾ രോഗങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ട്. അപ്പൊ ശരീരത്തിൽ ഇരുട്ടിന്റെ ആധിക്യമാണ് രോഗം. ഹൃദയത്തിൽ ഇരുട്ട് കൂടി വരലാണ് രോഗം. ഹൃദയത്തിൽ ഇരുട്ടിങ്ങനെ വർദ്ധിക്കുക രോഗമാണ്. പ്രത്യേകിച്ചും ജീവിതശൈലി രോഗം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗം അതാണ്, ജീവിതശൈലി രോഗം എന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ദുൽമിന്റെ എതിരിൽ വരുന്ന രോഗം. ഔറംഗസീബ് ചക്രവർത്തി തസവ്വുഫിലേക്ക് വരാൻ കാരണം പ്രമേഹ രോഗമായിരുന്നു എന്നാണ് ചരിത്രം. മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് തൊപ്പി തുന്നിയും ഖുർആൻ എഴുതിയും ജീവിതമാർഗം കണ്ടെത്തിയെന്നാണ്. ഇന്ത്യ കണ്ട മുഗൾ ചക്രവർത്തിമാരുടെ ജീവിത ശൈലികളെ കുറിച്ച് പറയാനുണ്ടോ? ഏറ്റവും ലാവിശായ ജീവിതം നയിക്കുന്നവരാണവർ. സുഖലോലുപതയായിരുന്നു. പക്ഷേ ഒരാൾ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തനാണ്. ആരാണത്? ഔറംഗസീബ്. എന്താണ് ഔറംഗസീബിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത്? ഖുർആനിലെ ഒരു ആയത്താണ്. ഖുർആനിലെ ഒരു ആയത്ത് ഏതൊരു സമയത്താണ് അദ്ദേഹം കേട്ടത്? പ്രമേഹ രോഗം പിടികൂടി. ശക്തമായ പ്രമേഹ രോഗം പിടികൂടുകയും അതിന്റെ ദുരിതത്തിലാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചത് തിബ്ബുൻ നബവിയിലൂടെയാണ്. പ്രവാചക വൈദ്യത്തിലൂടെയുള്ള ചികിത്സയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇന്ത്യൻ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യമുണ്ട്. മഅ്ദനു ശിഫാ എന്ന കിതാബ് രചിക്കപ്പെട്ടു ഔറംഗസീബിന്റെ പ്രമേഹ രോഗ ചികിത്സാ അനുഭവങ്ങൾ വെച്ചിട്ട്. മഅ്ദനു ശിഫാ കിതാബിന്റെ പേര്. അപ്പൊ ഇവിടുന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, കൂടുതൽ ആളുകൾക്ക് പ്രമേഹത്തിന്റെ പ്രശ്നമുണ്ട്. പ്രമേഹം എന്ന് പറഞ്ഞാൽ സാധാരണ രോഗം പോലെയല്ല. പ്രമേഹ രോഗം പിടികൂടിയാൽ ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും അത് ബാധിക്കും. മിക്ക അവയവങ്ങളെയും ബാധിക്കും. പ്രത്യേകിച്ചും ശരീരം ഇളകിയുള്ള ജോലി ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയും വേണ്ട. ശരീരം ഇളകിയുള്ള ജോലി ചെയ്യാൻ നമുക്ക് ചാൻസ് ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയും വേണ്ട. അപ്പൊ ഔറംഗസീബ് ചക്രവർത്തിയുടെ പ്രമേഹ രോഗം പൂർണ്ണമായി ഭേദമായി. അദ്ദേഹം തസവൂഫിലേക്ക് വന്നു, സൂഫി ജീവിതം നയിക്കുന്നയാളായി. ഇന്നിപ്പോ മറ്റെല്ലാ ജീവിത സൗകര്യങ്ങളും കൂടിയ കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിത ശൈലി രോഗങ്ങളുടെ പിടിയിലാണ്. ഇതിന് കാരണം ഈ ജീവിത ശൈലി രോഗങ്ങൾക്ക് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു ശൈലിയും, ആലിമീങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതാണ് ഒരു മര്യാദക്ക് നല്ലത്. സൂറത്തുൻ നൂർ വമൻ യഅമൽ സൂഅൻ യുജ്സാ ബിഹി. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തങ്ങൾ 6 ഹദീസിന്റെ തലവാചകമായി കൊണ്ടുവന്ന ഒരു ആയത്താണിത്. ഫതുഹുൽ ബാരി 2-ാം വോള്യം. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ രോഗത്തെ വ്യാഖ്യാനിക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യുന്ന ദുൽമിന്റെ ശിക്ഷയായിട്ടാണ് അയാൾക്ക് രോഗം. 2 രൂപത്തിലാണ് അല്ലാഹു മനുഷ്യർക്ക് രോഗം നൽകുന്നത്. ഒന്ന് പരീക്ഷണ രോഗമാണ്, മറ്റൊന്ന് ശിക്ഷാരോഗമാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കളിലേക്കും ഔലിയാക്കളിലേക്കും അതുപോലെ ഉഖ്റവിയായ ഉലമാക്കളിലേക്ക്, ആരിഫീങ്ങളിലേക്ക്, സ്വാലിഹീങ്ങളായ സാധാരണക്കാരിലേക്കും രോഗങ്ങൾ വരുന്നത് അല്ലാഹു തന്റെ അടിമയെ പരീക്ഷിക്കാൻ വേണ്ടി നൽകുന്ന രോഗമാണ്.
അതിന് പരീക്ഷണ രോഗം എന്നാ പറയുക. മഹാനായ ശംസുൽ ഉലമാ തങ്ങളവർക്ക് രോഗം വന്നു വയറിന്. മരക്കണി ജിന്ന് എന്ന് പറഞ്ഞൊരു വലിയ മഹാൻ ജീവിച്ചിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കേൾക്കണം. മഹാനായ ശൈഖുന ശംസുൽ ഉലമായി വന്നതോടുകൂടിയാണ് മൂപ്പര് ലോകത്ത് പ്രശസ്തനായത്. ശംസുൽ ഉലമാ വന്നിരുന്നു. അറിയൂല, സംഭവം അറിയില്ലേ? അതാ പറഞ്ഞൂടെ, ഇത് കേൾക്കാത്തൊക്കെ പറഞ്ഞു. ശംസുൽ ഉലമാന്റെ അനുസ്മരണല്ലേ അല്ലേ? റബീഉൽ ആഖിറല്ലേ? ശംസുൽ ഉലമായി തങ്ങൾ ഇവിടെ വന്നു. അപ്പൊ ഞാൻ കേട്ടതാണ്, ഒരു ബാഖവി പറഞ്ഞെന്നാണ് എനിക്ക്. അബ്ദുസ്സലാം ബാഖവി എന്ന് പറയുന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, എനിക്കറിയില്ല. ശൈഖുന വിളിക്കപ്പെട്ടു. എന്തിനാ വന്നെന്നാ ചോദ്യം. അതറിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കണമെന്നാ ചോദിച്ചു എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. അതറിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കണമെന്നാ ചോദിച്ചു. ആരോടാ ചോദിക്കണത്? ഇന്നിപ്പം വലിയ പരിപാടിയാണ് ജിന്ന് ചികിത്സ. അപ്പൊ പറഞ്ഞു അറിയാം, പക്ഷെ നടക്കൂല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നതിൽ കഥയില്ല എന്നാണ് ശംസുൽ ഉലമ പറഞ്ഞത്. എന്നാൽ ലേശ സമയം വേണമെന്ന്. ശംസുൽ ഉലമ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇത് മതിയാവും. ശംസുൽ ഉലമ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇത് മതിയാവും. 2 മിനിറ്റ് സമയം തരണം. 2 മിനിറ്റ് പുറത്തിരുന്നു. വിളിക്കപ്പെട്ടു. ചെറിയൊരു ചെടിയാണ് കൊടുത്തത് എന്ന് പറയപ്പെടുന്നു. ഒരു ചെടി വേരിൽ നിന്ന് വെള്ളമുറ്റുന്നുണ്ട്. അപ്പൊ ശംസുൽ ഉലമ തങ്ങൾ ചോദിച്ചു, അത്ര ഇപ്പൊ ഇതെവിടുന്ന് കിട്ടി? ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. പോയ ആളും സ്വീകരിച്ച ആളും വലിയ ആളുകളാണ്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നാണ്, തിന്നോളി കഴിച്ചോളി. മഹാനായ ശംസുൽ ഉലമയെ ഓർമ്മിക്കാൻ ആ ബർക്കത്തിന് വേണ്ടി പറഞ്ഞാണ്. മഹാന്മാരായ ആലിമീങ്ങൾക്ക് പരീക്ഷണ രോഗം വരും. എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കപ്പെട്ടപ്പോ മഹാന്മാര് പറയുന്നത് അവരുടെ ദരജകളെ വർദ്ധിപ്പിക്കാൻ. നബി അയ്യൂബ് അലൈഹിസ്സലാമിന് അല്ലാഹു രോഗം കൊടുത്തത് അവിടുത്തെ പദവിയെ വർദ്ധിപ്പിക്കാൻ. ശൈഖുനാ തിപ്പറ്റ ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. കഠോരമായ വിദ്യാശാസ്ത്ര രംഗത്തുള്ള ആളുകളെ ഭയപ്പെടുത്തുന്ന, വളരെ പ്രയാസകരമായ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ശക്തമായ രോഗം പിടികൂടി. പരീക്ഷണ രോഗമായിരുന്നു. ആ മഹാനുഭാവൻ അൽഹംദുലില്ലാ എന്ന വചനം കൊണ്ട് ആ രോഗത്തെ അതിജയിച്ചു. മഹാനുഭാവൻ ആ രോഗം ശിഫയാവാൻ വേണ്ടി ഉപയോഗിച്ച പദം എന്താണ്? അൽഹംദുലില്ലാ. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയാണ്, ഞങ്ങളിങ്ങനെ 2-3 നാൾ ഇരിക്കേണ്ട ഉസ്താദ് ഇങ്ങനെ ഇരുന്നിട്ട് പറയാണ്, അൽഹംദുലില്ലാ എനിക്ക് അല്ലാഹു വലിയ സുഖമൊന്നും തന്നിട്ടില്ല. എങ്ങനെ? അൽഹംദുലില്ലാ അല്ലാഹു എനിക്ക് വലിയ അസുഖമൊന്നും. എപ്പോഴാ പറയണത്? അതാണ് പരീക്ഷണ രോഗം. പിന്നെ രണ്ടാമത്തെ രോഗം ഏതാണ്? അതിന് തെളിവാണ് സൂറത്തുൻ നിസാഇൽ നിന്ന് 82-ാമത്തെ ആയത്ത് ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ കൊണ്ടുവന്നത്. വമൻ യഅമൽ സൂഅൻ യുജസാ ബിഹി. ഒരുത്തന്റെ കർമ്മം ചീത്തയായാൽ, തന്നോടുള്ള പ്രവൃത്തി മോശമായാൽ, അത് കാരണമാണ് അവർക്ക് രോഗമുണ്ടാവുക. വൽഹാസിലു എന്നാണ് ഇബാറത്തിന്റെ തുടക്കം. വൽഹാസിലു അന്നൽ മറദ കമാ ജാസ അൻ യകു. അങ്ങനെയാണ് അതിന്റെ ഇബാറത്ത്. ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടില്ല, നിങ്ങൾ നോക്കിക്കോളി, നിങ്ങളുണ്ടല്ലോ കിതാബ്. ശിക്ഷാരോഗവും പരീക്ഷണം. അപ്പൊ ജീവിതശൈലി രോഗം എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ശിക്ഷാരോഗം എന്ന് വിളിക്കുന്നതാണ്.